ഞാന് ബസ് ഇറങ്ങി, അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ബസ് ഇറങ്ങാന്ന് ഗെറ്റ് ഓഫ് എന്ന് പറയും. അപ്പൊ ഞാൻ ബസ് ഇറങ്ങി, ഐ ഗോട്ട് ഓഫ് ദ ബസ് എന്ന് പറയും. ഇനി ഞാൻ ബസ് കയറി എന്നാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ഐ ഗോട്ട് ഓൺ ദ ബസ്. പിന്നെ ബോർഡ് എന്നുള്ള വാക്കുണ്ട്, ബോർഡ് കേട്ടില്ലേ, ബോർഡിംഗ് പാസ് എന്ന് കേട്ടില്ലേ, കയറാനുള്ള പാസ്. അപ്പൊ ഞാൻ ബസ് കയറുന്നില്ലെങ്കിൽ ഐ ബോർഡഡ് ദ ബസ് എന്നും പറയും. ഐ ബോർഡഡ് ദ ബസ്, ഐ ബോർഡഡ് ദ ട്രെയിൻ, അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ ഐ ഗോട്ട് ഓൺ അങ്ങനെയും പറയും. മനസ്സിലായോ? ഇനി ഇപ്പൊ ഞാൻ ബസ്സിലാണ്, അതെങ്ങനെ പറയും? ഇപ്പൊ ആരെങ്കിലും വിളിക്കുമ്പോൾ ഷഫീൽ വേർ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഇൻ ദ ബസ് ആണോ ഓൺ ദ ബസ് ആണോ? ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. ഐ ആം രണ്ടും വയ്ക്കാൻ പറ്റില്ല. ബസ് ആണെങ്കിൽ ഐ ആം ഓൺ ദ ബസ് എന്ന് പറയാം, കാരണം വലിയതാണ്, നമുക്ക് അതിന്റെ അകത്ത് നടക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ ഐ ആം ഓൺ ദ ബസ്. ഇപ്പൊ കാറിലാണെങ്കിൽ ഐ ആം ഇൻ ദ കാർ എന്ന് പറയാം. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ കാറിൽ കയറി എന്ന് എങ്ങനെ പറയാം? കാറിൽ കയറി നമ്മൾ ഗെറ്റ് ഇൻ ടു എന്ന് പറയാം. ഇപ്പൊ ഞാൻ കാറിൽ കയറി, ഐ ഗോട്ട് ഇൻ ടു ദ കാർ, അങ്ങനെ പറയാം, ഐ ഗോട്ട് ഇൻ ടു ദ കാർ. മനസ്സിലായോ? ഇനി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയാണെങ്കിലോ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ. ഇനി എനിക്ക് ബസ് ഇറങ്ങണം, അപ്പൊ ഞാൻ എങ്ങനെ പറയാം? ഞാൻ ഡ്രൈവറോട് പറയാം എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ഐ നീഡ് ടു ഗെറ്റ് ഓഫ് എന്ന് പറയാം. ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ്. ഏത് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് പറയാം, ജസ്റ്റ് കോമന്റ് ചെയ്യാം. അപ്പൊ ഇത് ഏറ്റവും ബേസിക് വീഡിയോ ആണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ പഠിക്കാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. നല്ല റിസൾട്ട് ആണ്, വളരെ ചെറിയ ഫീ ആണ്. കോഴ്സിനെ കുറിച്ച് അറിയാൻ ബയോയിൽ വാട്സ്ആപ്പിൽ ഉണ്ട്. താങ്ക് യു സോ മച്ച്.